കേൾക്കണു കേട്ടോ. ബർത്ത്ഡേ വ്ലോഗ് പാർട്ട് 3. ഇതൊരു ഷോപ്പിംഗ് വ്ലോഗ് അല്ല കേട്ടോ, പകരം ഒരു ഫോട്ടോഷൂട്ട് വ്ലോഗാണ്. ഫോട്ടോ എടുപ്പും എഡിറ്റിങ്ങും അവരെയും ഒക്കെ ഞങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് എല്ലാത്തിനെയും കൂടി പെറുക്കിയിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ ആകെയുള്ള ഒരു കാര്യം, പോകുന്ന വഴിക്ക് അമ്മേനെ കൂട്ടണം ഒരു ഹെൽപ്പിനായിട്ട്. പിന്നെ മാത്രമല്ല, അമ്മ അവിടെ മധുരബേബിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ട് അതും കൂടെ എടുക്കണം. കുറേ നല്ല ഫോട്ടോസ് കിട്ടുമല്ലോ. അപ്പോൾ ആ കാർ എടുത്ത് നേരെ കുഞ്ഞിൻ്റെ വഴിയിലേക്ക് വെച്ച് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു കേട്ടോ സ്റ്റുഡിയോ ലോഫിലേക്ക്. ഇൻറ്റീരിയർ ആക്കാൻ കാരണം മഴയെ പേടിച്ചിട്ടാണ്. പക്ഷേ ഇന്നാണെങ്കിൽ നല്ല വെയിലുമായിരുന്നു കേട്ടോ. അപ്പോൾ പ്രണവേട്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ മധുരവിൻ്റെ മൂടൊക്കെ ഓക്കെ ആക്കി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ചെയ്താണ് കേട്ടോ മധുരയുടെ ഫസ്റ്റ് അറ്റയർ. അപ്പോൾ ഒരു യോയോ ലുക്കായില്ലേ മധുരി. അപ്പോൾ മധുരയെ നേരെ എടുത്ത് ആ വണ്ടിയിൽ വെച്ചു കേട്ടോ. പ്രണവേട്ടൻ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പ്രണവേട്ടൻ പറയുന്നതൊക്കെ ആൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഫോട്ടോ എടുപ്പ് കുറച്ച് ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ ഇഷ്ടത്തിന് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കംഫർട്ടബിൾ ആ ഫോട്ടോഷൂട്ടിന് ഉണ്ടായിരുന്നു. പിന്നെ കണ്ണട വെക്കാൻ ആൾ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും പ്രണവേട്ടൻ്റെ തന്ത്രവിദ്യയിൽ ആ കണ്ണട എങ്ങനെയോ വെച്ച് പിടിച്ചു 1-2 ക്ലിക്കൊക്കെ കിട്ടിയിട്ടോ. പിന്നെ ഇതാണ് കേട്ടോ മധുരയുടെ സെക്കൻഡ് അറ്റയർ. അപ്പോൾ സെക്കൻഡ് അറ്റയർ ട്രഡീഷണൽ ലുക്കാണ്. അപ്പോൾ അത് വെച്ച് അതും ആൾക്ക് ഭയങ്കര നല്ലോണം ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഞങ്ങൾ വളകാമ്പിലുണ്ടായിരുന്ന കുറച്ച് പൂവായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഭദ്രമായി എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്തത്. ആ സമയം കൊണ്ട് മധുരബേബി അവിടെയുള്ള കുട്ടിയായിട്ട് കമ്പനി ചെയ്യും കേട്ടോ. ബേബയാണെന്ന് പറഞ്ഞാണ് നടപ്പ്. ആളുടെ ഉദ്ദേശം എന്താണാവോ. അത് കഴിഞ്ഞ് ഫോട്ടോ എടുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഈ ഫോട്ടോഷൂട്ടിനും ആശ കണ്ണട വെക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പ്രണവേട്ടം വെക്കും, അവരെടുക്കും. ഇതായിരുന്നു കളി. കുറേ നേരം അങ്ങനെ കളിച്ചതിന് ശേഷം ഫോട്ടോഷൂട്ട് പാക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടോ. പോണ വഴിക്ക് ഞങ്ങൾ കുറച്ച് മന്തിയൊക്കെ വാങ്ങി കൈ പിടിച്ചു. വിശക്കണുണ്ടായിരുന്നു ഗൈസ്, വിശക്കണുണ്ടായിരുന്നു. ആ വിശപ്പിൽ നല്ലോണം മന്തി കഴിച്ചു. ആ വിശപ്പോണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അമ്മ മധുരബേബിക്ക് മാങ്ങയും കൊടുത്ത് അവൻ്റെ ടമ്മിയും ഫില്ല് ചെയ്ത് അവനെയും ഉറക്കി കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് നേരെ വെച്ച് പിടിച്ചു കേട്ടോ. അപ്പം ടാറ്റാ ബൈ.